ഇതിന്റെ റസൂല് പറഞ്ഞു മൂന്നാമത്തെ അടയാളം ഭരണാധികാരികളിൽ നിന്ന് നീതി ഉയർത്തപ്പെട്ടു പോയാൽ ഏകാധിപതികളും സർവാധിപതികളും സ്വേച്ഛാധിപതികളുമായ ഭരണാധികാരികൾ ലോകത്ത് പെരുകുകയും ആ പെരുകുന്ന അധികാരി വർഗത്തിന്റെ താഴ്ഭാഗത്ത് നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ നിശ്വാസങ്ങൾ ഒരു ലോകത്തിന്റെ വേദനയായി മാറുകയും ചെയ്ത നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയുണ്ട്. ഇന്ന് യുനെസ്കോയുടെ ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോ സമിതിയെ മസ്ജിദുൽ അഖ്സയെ കുറിച്ചുള്ള പ്രമേയത്തിന് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരം കിട്ടിയ ദിവസമാണ്. മസ്ജിദുൽ അഖ്സ അവിടേക്ക് മുസ്ലിമീങ്ങൾക്ക് കടന്നു പോകാനുള്ള അനുവാദം കൊടുക്കണമെന്നും അതിനുമേലുള്ള ജൂതകുടിയേറ്റത്തെ അവസാനിപ്പിക്കണമെന്നും യുനെസ്കോയിൽ പ്രമേയം പാസാക്കപ്പെട്ടത് ഇന്നലെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം തന്നാൽ, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം തന്നാൽ എന്റെ ഇവിടെ കേൾക്കാനത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ വസിയ്യത്ത് ചെയ്യുകയാ. അള്ളാഹു നിങ്ങൾക്കൊരവസരം നൽകിയാൽ നിങ്ങൾ ഹജ്ജും ഉംറയും ചെയ്തവരാണെങ്കിൽ മൂന്നാമതായി മസ്ജിദുൽ അഖ്സയിലേക്ക് നിങ്ങളൊന്ന് പോകണേ. മസ്ജിദുൽ അഖ്സ നിങ്ങളെ കണ്ണുകൊണ്ട് കാണണേ. എന്താ ബൈത്തുൽ മുഖദ്ദസ് എന്നറിയുമോ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ ലിനുരിയഹു മിൻ ആയാതിനാ. മഹാനബിയാനായ ഇബ്രാഹിം നബി അടക്കം ചെയ്യപ്പെട്ട മഹാനായ ഇസ്ഹാഖ് നബിയുടെ കബറിടമുള്ള മഹാനായ യാക്കൂബ് നബി അന്ത്യവിശ്രമം കൊള്ളുന്ന ഇസ്ഹാഖ് നബിയുടെ ഭാര്യയായ റഫേഖയുടെ കബറുള്ള സുന്ദരമായ മസ്ജിദുൽ അഖ്സ ഒന്ന് കാണണേ ചെറുപ്പക്കാരാ. റമദാനിന്റെ 27-ാം രാവിലെ ഒരുമിച്ച് കൂടിയുണ്ട്. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഫലസ്തീൻ മുസ്ലിമീങ്ങളെ കാക്കണയല്ല എന്ന് ദുആ ചെയ്യൽ മാത്രമല്ല, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകിയ അള്ളാന്റെ റസൂലിന്റെ ആദ്യത്തെ കിബിലയിൽ പോയി കാണണം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു ചെല്ലുമ്പോ 1948 ആഗോള വ്യാപകമായി അടിച്ചമർത്തപ്പെടുന്ന ജൂത സമൂഹത്തിന് തലചായ്ക്കാൻ ഇടം കൊടുത്ത, ചുക്കടക്കാൻ ഭക്ഷണം കൊടുത്ത, ഫലസ്തീനിലെ അറബികളുടെ മേൽ അധിനിവേശം നടത്തി അമേരിക്കയുടെ ജാരസന്താനമായി ഇസ്രയേല് പണി കഴിപ്പിച്ച ഇസ്രയേൽ എന്ന ജൂതരാജ്യം സ്ഥാപിക്കുമ്പോ ഫലസ്തീനിന്റെ മണ്ണിനെ രണ്ടായി വെട്ടിമുറിച്ചിട്ടാണ് ഇസ്രയേൽ ഉണ്ടായത്. ഇസ്രയേലിനെയും ഫലസ്തീനെയും വേദനിക്കുന്ന ഒരു വലിയ ഭിത്തിയുണ്ട്. കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഫലസ്തീനെയും ഇസ്രയേലിനെയും വേദനിപ്പിക്കുന്ന ഒരു വലിയ മതിലുണ്ട്. ആ മതിലിൽ നിങ്ങൾ അറബി ഭാഷ അറിയുമെങ്കിലൊന്ന് വായിച്ചു നോക്കണേ. കഴിഞ്ഞ മുമ്പിലത്തെ വർഷം ഞാൻ അവിടെ സിയാറത്തിന് പോകുമ്പോ ആ മതിലിന് നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടലിലാണ് എന്റെ താമസം. ഒരു സായാഹ്ന സമയം ജനാല് തുറന്നു നോക്കുമ്പോ ഫലസ്തീനി മക്കളുടെ ജീവിതത്തിന്റെ നന്മകളെ മുഴുവനെ ചതച്ചരച്ച 10,000-കണക്കിന് ഫലസ്തീനികളുടെ രക്തത്തിന്റെ ചാലിപ്പെടുകയ ആ മതിലിങ്ങനെ നീളത്തിൽ കാണാ. മതിലിന്റെ ഓരോ ഭാഗത്തും ഓരോരുത്തർ ആ മതിലിൽ നിന്നെടുത്ത ഫലസ്തീനികളുടെ വീടുകളായിരുന്നു. അവര് മുഴുവനും മതിലിന്റെ ഓരോ ഭാഗത്തും അവരുടെ അനുഭവം എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ആയിഷ ജംറ എന്ന് പറയുന്ന പെണ്ണെഴുതി വെച്ചിരിക്കുകയാ. ഇന്നും ആ മതിലിൽ ഇത് തെളിഞ്ഞു കാണാം. ചെറിയ കറുത്ത അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനും എന്റെ വാപ്പയും എന്റെ മക്കളും കൂടി എന്റെ ഭർത്താവും കൂടി രാത്രിയിലെ ഭക്ഷണം കഴിക്കുമ്പോ ഇസ്രയേലിന്റെ ടാങ്കുകൾ പാഞ്ഞു വന്നു. അവരെന്റെ വീട് അടിച്ച് തരിപ്പണമാക്കി. ഞാൻ എന്റെ മക്കൾക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ ഭിത്തിയിടിച്ചിരകത്തുകൊണ്ട് ഭീമാകാരമായ ടാങ്കുകൾ വരികയാ. ആ ടാങ്കന്റെ പ്രിയപ്പെട്ട ഉപ്പാന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങി എന്റെ ഉപ്പാന്റെ ശരീരം കിടന്നിട്ട് ടാങ്കിന്റെ ഭീമാകാരമായ ആ ചക്രത്തിന്റെ അടിയിൽ കിടന്ന് എന്റെ ഉപ്പ തടയുന്നത് ഞാൻ കണ്ടതാ. എന്റെ പെണ്ണുമക്കളെ തൂക്കിയെടുത്ത് അവരുടെ വെടിക്കുണ്ടക്ക് വിജയരാക്കി ഞാൻ അവരെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോ എന്റെ വീട് മുഴുവനെ തടിച്ച് തരിപ്പണമാക്കി. എന്റെ ആ വീട് നിന്ന സ്ഥലത്താണ് ഈ മതിൽ നിൽക്കുന്നതെന്ന് മതിലിന്റെ ഓരോ 2 മീറ്ററിന്റെ ഉള്ളിൽ അവിടെയുണ്ടായിരുന്ന ഇന്നലകളുടെ കഥ പറയുമ്പോ നീതി നിഷേധിക്കപ്പെട്ട ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ ഇന്തിഫാദയിലൂടെ ഹമാസിലൂടെ
ചെറുത്തു നിൽക്കുമ്പോ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ജനത ലോകത്തിലുണ്ടാവുക. നീതി നിഷേധിക്കപ്പെട്ട അഫ്ഗാൻ ജനത യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് പച്ച മത്സ്യത്തിന്റെ പരൽ മത്സ്യത്തിന്റെ വാലിൽ കടിച്ചു പിടിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കയറുന്ന റോഹിംഗ്യ മുസ്ലിമീങ്ങളുടെ ലോകം ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ശ്രീലങ്കയിലും ബർമ്മയിലും വിറക് കമ്പുകൾ കൂട്ടുവച്ചിട്ട് കത്തിക്കരിച്ച് ചാമ്പലാക്കപ്പെട്ട ബർമ്മയിലെ ന്യൂനപക്ഷ മുസ്ലിമീങ്ങളുടെ ലോകം ഇതാ ന്യായാധിപന്മാര് നീതി നിർവഹിക്കാതിരിക്കുമ്പോ, ന്യായാധിപന്മാരുടെ കയ്യിൽ നിന്ന് നീതി നിഷേധിക്കപ്പെടുമ്പോ, ഇന്ന് ലോകത്ത് നീതി നിഷേധിക്കപ്പെട്ടവന്റെ ശബ്ദമാണ്, വേട്ടയാടപ്പെട്ടവന്റെ ശബ്ദമാണ്. അല്ലാഹുവേ അല്ലാഹുവേ, നീതിയുള്ള ഭരണാധികാരികള് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ലോകത്തിന്റെ നീതിയുടെ പരിഹാരമായിരുന്ന ഉമറിനെ പോലെ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ റളിയല്ലാഹു തആല ഖലീഫയായിരിക്കുമ്പോ, ഉമർ റളിയല്ലാഹു തആല ഖലീഫയായിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല തമ്മിലൊരു തർക്കമുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, അംർ ഇബ്നു ആസ് സാധാരണക്കാരനായ പ്രജയാണ്. അവര് രണ്ടുപേരും കൂടി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ തർക്കമെത്തി. രണ്ടുപേരും വാദിയും പതിയും ഹാജരായി. ഖലീഫയായി ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല തന്റെ ഒരു വിരിപ്പെടുത്തിട്ട് വിരിച്ചിട്ട് അമീറുൽ മുഅ്മിനീനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ വിരിപ്പിലിരുന്നാലും അമീർ അബൂ മൂസ, നിന്നിൽ നിന്ന് ഞാൻ നീതി പ്രതീക്ഷിക്കുന്നില്ല അബൂ മൂസ. ഞെട്ടിത്തരിച്ചുപോയി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. എന്റെ അമീറുൽ മുഅ്മിനീൻ, വാദിയും പ്രതിയും ന്യായാധിപന്റെ മുമ്പിൽ തുല്യരാണ്. നീ എന്തിനാണ് എനിക്ക് മാത്രം വിരിപ്പ് വിരിച്ചത്? നീ എന്തിനാണ് എന്നെ മാത്രം ഇരുത്തിയത്? എന്തിനാണ് നീ എന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചത്? നിനക്ക് ഖലീഫയെ പേടിയായതുകൊണ്ടല്ലേ നീ അംർ ഇബ്നു ആസിന് നീതി നിഷേധിക്കുന്നവനാണെന്ന്. തന്നോട് സ്വജനപക്ഷപാതിത്വം കാണിച്ച, ആശ്രിത വാത്സല്യം കാണിച്ച അബൂ മൂസ അശ്അരിയെ ന്യായാധിപസ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ച അമീറുൽ മുഅ്മിനീൻ ഉമറവിടെ, അമീറുൽ മുഅ്മിനീൻ ഉമറവിടെ. പൊന്നുമോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ വന്നിട്ട്, ഉപ്പാ എനിക്ക് ധരിക്കാനൊരു ഉടുപ്പില്ലെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനോട് അബൂ മൂസക്കൊരു കത്തെഴുതി. അബൂ മൂസ, ഈ കത്തുമായി വരുന്നതെന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ്. അവനൊരു കുപ്പായം വാങ്ങാൻ 10 ദിർഹം ഖജനാവിൽ നിന്ന് കൊടുക്കണേ. 1 മാസത്തിനുള്ളിൽ ഞാനത് തിരിച്ചടച്ചു കൊള്ളാം. ഉമറിന്റെ കത്ത് വന്നു, ഉമറിന്റെ കത്ത് വന്നു. ആധുനിക ലോകത്തിന്റെ ചില സംഭവ വികാസത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ഓർക്കൽ നല്ലതായിരിക്കും. അബൂ മൂസ അശ്അരി കത്ത് വായിച്ചു. ഉടനെ തിരിച്ചെഴുതി, ഖലീഫ, ഖജനാവിൽ നിന്ന് 10 ദീനാർ കൊടുക്കാൻ നിർവാഹമില്ല. എന്തെന്നറിയുമോ? ഒന്ന് കടം കൊടുക്കരുതെന്ന് നിങ്ങൾ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് 1 മാസം കഴിയുമ്പോ തിരിച്ചടയ്ക്കാന്നാണ് നിങ്ങൾ എഴുതിയത്. 1 മാസം വരെ ജീവിച്ചിരിക്കുമെന്ന് ഉമറേ, നിനക്കെന്താണ് ഉറപ്പുള്ളത്? എന്താ ചോദ്യം? എന്താ ചോദ്യം? 5 പോയ പള്ളി ഏതെന്നല്ല ചോദ്യം. ചോദ്യമേതെന്നറിയുമോ? അബൂ മൂസ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വില്ലേജ് ഓഫീസർ തിരിച്ചെടുത്തതാണ്. മുഖ്യമന്ത്രിയുടെ ഒപ്പിട്ട കത്ത് വന്ന് വില്ലേജ് ഓഫീസറിന് ചെയ്തു കൊടുക്കണം. തിരിച്ചെഴുതി 10 ദീനാർ കൊടുക്കാൻ കഴിവില്ല. കാരണം എന്തെന്നറിയോ? 1 മാസം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പാണുള്ളത്. അതുകൊണ്ട് ഇതിന് നിർവാഹമില്ലെന്ന് എഴുതി കൊടുത്തു മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. കാരണം അവർക്കറിയാം, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു പൊട്ടിത്തകരുന്ന ഈ പ്രപഞ്ചത്തിന് ശേഷം നാളെ മഹിഷറ ഹാജരാകുമ്പോ അവിടെ കോടാനുകോടി ജനങ്ങളുടെ തണലിന് വേണ്ടി യാചിക്കുമ്പോ അന്ന് അല്ലാഹു തണല് കൊടുക്കുന്ന ആദ്യത്തെ വിഭാഗം ഇമാമുല്ലഹു അബ്ദുൻ വമനഫി ഇബാദതി നശാബിതുകാലില്ലാഹി ലാ ബിളലാലി. നീതിമാനായ ഭരണാധികാരി